നമസ്കാരമുണ്ട്. നമ്പർ 1 ആരോഗ്യ കേരളത്തിന് മറ്റൊരു പൊൻതൂവൽ കൂടി. ആരോഗ്യരംഗത്തിൻ്റെ ഗുണമേന്മ കൊണ്ട് അല്ലെങ്കിൽ ചികിത്സാ മേന്മ കൊണ്ട് ഒരു 9 വയസ്സുകാരിക്ക് കൈ നഷ്ടപ്പെട്ടു. ചെറിയൊരു മുറിവുമായിട്ട് ചെന്നതിനാണ് ആ കുട്ടിക്ക് സ്വന്തം കൈ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്, അല്ലേ? സംഭവം നടന്നത് പാലക്കാടാണ്. കളിക്കുന്നതിനിടയിൽ ഒരു 9 വയസ്സുകാരി വീണു. പരിക്കായിട്ട് ചെന്നത് നേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക്. ആ സമയത്ത് ഏതോ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാൾ ഡോക്ടർ കുപ്പായം അണിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിരുന്നു. ആ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കുട്ടിയുടെ കയ്യിൽ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു. വേദനയുണ്ടെന്ന് പോയി പറഞ്ഞിട്ടും സാരമില്ലെന്ന് പറഞ്ഞ് മടക്കി. ദിവസങ്ങൾക്കകം ആ കുട്ടിയുടെ പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ രക്തയോട്ടം നിലച്ചു. കൈ കറുത്തു. കറുത്ത കൈയുമായിട്ട് ചെന്നപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി കൈ മലർത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാൻ പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ ആദ്യം ചോദിച്ചത്, ആരാണ് ഈ കുട്ടിയെ പരിശോധിച്ചത്? അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവും ഉണ്ടായിരുന്നില്ല എന്നാണ്. കൃത്യമായ രോഗനിർണയം നടത്താൻ അറിയാത്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് അതിൻ്റെ പൊരുൾ. എന്തു തന്നെയായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് കുഞ്ഞുകുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. കേരളത്തിന് അഭിമാനിക്കാം. ഒരു വൻ നേട്ടമാണ്. ആരോഗ്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചോളും കേരളത്തിൻ്റെ നേട്ടമായിട്ടിതും. കാരണം ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തു തന്നെയായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര സംഭവം ഇത്രത്തോളം എത്തിയിട്ടും പാലക്കാട് ജില്ലാ ആശുപത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് പാലക്കാട് DMO റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് അത്യന്തം വേദനാജനകം തന്നെയാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ അവർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാതെ തന്നിഷ്ടത്തിന് രോഗനിർണയം നടത്തുന്ന ഡോക്ടർമാരാണ് ഇപ്പോൾ ഭൂരിഭാഗവും സർക്കാർ സർവീസിലുള്ളത് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഡോക്ടർമാരോട് കാര്യവിവരങ്ങൾ അന്വേഷിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാതെ പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കും. കാരണം ജീവനിൽ കൊതിയുണ്ട്. എന്തായാലും ആ കുഞ്ഞു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റാൻ കാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളും അവരോടാണ് ഇനി പറയുന്നത്. നിങ്ങളൊക്കെ അന്തസ്സുള്ള കുടുംബത്തിൽ നല്ല അച്ഛനമ്മമാർക്കാണ് ജനിച്ചതെങ്കിൽ ഇനി കേരള ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. ഭൂമിക്ക് പോലും ഭാരമായിട്ട് നിങ്ങൾ ഇരിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. ചത്തോളണം. മരിച്ചോളണം എന്നല്ല, ചത്തോളണം. നിങ്ങൾക്ക് അതിനെ അർഹതയുള്ളൂ. ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നു, നല്ല അച്ഛനമ്മമാർക്കാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ചത്തോളണം. നല്ല വേറെ വല്ലതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചാവുന്നൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം അവർക്കറിയാം അവർ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ശിക്ഷിക്കാൻ ഇവിടത്തെ ഒരു വകയ്ക്ക് കൊള്ളാത്ത നീതിന്യായ സംവിധാനങ്ങളെ കൊണ്ടാവില്ല. അതുമാത്രമല്ല, അവർക്ക് വേണ്ടി ഒച്ചയും വിളിയും ഉണ്ടാക്കാൻ അവരുടെ സംഘടനകളുണ്ട്. അവർക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മാത്രം കഴിയുന്ന സിസ്റ്റമുണ്ട്, സർക്കാരുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്.
നഷ്ടം ആ കുഞ്ഞു കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും മാത്രമാണ്. അതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സംഭവം ഒന്നല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വയറ്റിൻ്റെ അകത്ത് മറന്നു വെച്ചു. സിനിമയിലൊക്കെ കണ്ടുവന്നിരുന്ന കാര്യങ്ങളാണ്. പിന്നെ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ രോഗികളെ പരിശോധിച്ചിട്ട് വേണ്ട ശസ്ത്രക്രിയൊന്നും നടത്താനുള്ള ഉപകരണങ്ങൾ അവിടെ ഇല്ല. കൊല്ലത്തോ കോട്ടയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങുകൾ നേരാവണ്ണമില്ല. ഉള്ള ബിൽഡിങ്ങൊക്കെ തന്നെയാണെങ്കിൽ പൊളിഞ്ഞടിയിട്ട് രോഗികൾ മരിക്കുകയും ചെയ്യും. എന്താ ചെയ്യുക? അത്രത്തോളം മികച്ച ആരോഗ്യ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സാധാരണക്കാർ മാത്രമാണ് നിങ്ങളെ ആശ്രയിക്കുന്നത്. ജനപ്രതിനിധികൾ നിങ്ങളെ ആശ്രയിക്കുന്നില്ല. കാരണം അവർക്കറിയാം നിങ്ങളെ ഒരു വകയ്ക്ക് കൊള്ളില്ല എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ജീവൻ തരാൻ പേടിയുണ്ട്. നിങ്ങളുടെ കൈകളിലേക്ക് ജീവൻ എത്തിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്താനാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുന്നത് എന്ന് അറിവുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ മറ്റു സംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും അവരുടെ ചികിത്സയ്ക്കായിട്ട് ആശ്രയിക്കുന്നത്. എല്ലാവരെയും അല്ല പറയുന്നത്, എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനും അല്ല പറയുന്നത്. പക്ഷേ നിലവിലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 90% ആളുകളും തെറ്റുകാരാണ്, ഒരു വകയ്ക്ക് കൊള്ളാത്ത ആളുകളാണ്. നിവൃത്തിയില്ല, സത്യം അംഗീകരിച്ചേ പറ്റുള്ളൂ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമ്പർ 1 അല്ല. ഇനി നമ്പർ 1 ആണ് എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അവസാനത്തുനിന്ന് എണ്ണാൻ തുടങ്ങണം. അപ്പം നമ്പർ 1 ആണ്. കാരണം അത്രത്തോളം മോശപ്പെട്ട ആരോഗ്യ സംവിധാനമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മാറിയിരിക്കുന്നു. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മുൻകാലങ്ങളിൽ കേരളം നമ്പർ 1 ആയിരുന്നു, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പരിപൂർണ പരാജയമാണ് എന്ന് മാത്രമല്ല, ആരോഗ്യവകുപ്പിനെ നിയന്ത്രിക്കാനറിയുന്ന ആളുകൾ ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ നിലവിലില്ല. നാഥനില്ല കളരിയായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു. ഉള്ള ഒരു മന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ തള്ളുകൾ മാത്രം നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും ഒരു നല്ല കാര്യം ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ആ വ്യക്തി ശ്രമിക്കാറുള്ളൂ. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൽ നടക്കുന്ന ഏതൊരു പാളിച്ചയെയും അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല, ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അവർ മുൻപന്തിയിലുണ്ടെങ്കിലും ഇത്തരം പാളിച്ചകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകം തന്നെയാണ്. ഇനി മേലിൽ അവരും തള്ളിമറിക്കരുത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം നമ്പർ 1 ആണ്. കാരണം അതല്ല. കേരളം വളരെ മോശപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ട് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത പൊതുജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരിക തന്നെ വേണം. കാരണം പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആരോഗ്യ സംവിധാനത്തെ ഇത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിൽ ഇതിനു മുൻപൊന്നും കേരളം കണ്ടിട്ടില്ല. അത് വളരെ മോശം കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇത് കേരളത്തിന് അപമാനമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും ഭാവിയിലെങ്കിലും ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഉറക്കെ പറയുന്നു, കേരളത്തിൻ്റെ ആരോഗ്യരംഗം
പണ്ടത്തെ പോലെ ഇപ്പോൾ നമ്പർ 1 അല്ല. വളരെ വേദനയോടുകൂടിയാണ് അത് പറയുന്നത്. വളരെ മോശം അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം. അവസാനത്തിൽ നിന്നും എണ്ണി തുടങ്ങിയാൽ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നമ്പർ 1 എന്നുള്ളത്. ആരോഗ്യത്തള്ളുകൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൊണ്ട് ഈ രംഗത്തെ മികച്ച രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ട പ്രവൃത്തികൾ അധികാരികൾ കൈക്കൊള്ളണം. മനുഷ്യജീവനുകൾക്ക് വില ഇനിയെങ്കിലും നിങ്ങൾ കൽപ്പിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഉണ്ടാകുമെന്നൊന്നും ഒരു പ്രതീക്ഷയുമില്ല. എന്നാലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശ്രയമാകുന്ന സർക്കാർ ആരോഗ്യ സംവിധാനം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നതും ആളുകൾക്ക് ഉപകാരമില്ലാത്ത രീതിയിലേക്ക് മാറുന്നതും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ഒരിക്കലും നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.